പിന്നെ ഇതിപ്പോൾ ഈ മൂന്ന് ഒരു വീഡിയോ ഇപ്പോൾ കയറ്റുന്നത് ഈ മൂന്ന് ഇത് കേട്ടിട്ട് യൂട്യൂബിൽ കയറ്റുമ്പോൾ അത് കേൾക്കേണ്ട ഒരു 100 വ്യൂസ് ആണെങ്കിലും ഒരു വർഷത്തിന് 100 വ്യൂസ് ഒരു 5 പേര് വ്യൂസ് ആണെങ്കിലും 7 വ്യൂസ് ആണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. കേൾക്കേണ്ടവർ ഇവിടെയും കേൾക്കുന്നുണ്ട് അവിടെയും കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈസി വേ ആണ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ പറയാം ഈസി വേ എങ്ങനെയാണ്. അപ്പോൾ ഉത്തരവാണ് പറഞ്ഞു തീർന്നു. അപ്പോൾ അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെക്കോ പിക്കോ എന്നൊക്കെ പറയുന്നത് ഞാൻ എൻ്റെ ഇങ്ങനത്തെ വാക്കുകൾ ആരെക്കുറിച്ച് ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയാം, താഴ്ത്തി പറയാൻ പോകും. അപ്പോൾ ധൈര്യമായിട്ട് ഇരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഒരു കാര്യം സ്ട്രേറ്റ് ഫോർവേഡായിട്ട് തോക്കുധാരികൾ അവരോട് പറഞ്ഞു പോവുകയാണെങ്കിൽ പിന്നെ അവർ സംസാരിക്കാൻ വന്നാൽ ഒരു കുഴപ്പമില്ല. നിങ്ങളാണെങ്കിൽ വിഡ്ഢികളാണെങ്കിൽ ഇതെങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ട് കള്ളു കുടിച്ച് ഡ്രഗ് അടിച്ച് കുട്ടി കഴിച്ച് തിരിഞ്ഞ് ഓടാ ചെയ്യണം. അപ്പോൾ ഞങ്ങൾ പറയും ഗൂണ്ടുകളും എൻ്റെ ചൈക്കോ നീഹേഷും നിങ്ങൾ പറയണ കള്ളു കുടിച്ച് ഡ്രഗ് അടിച്ച് നിങ്ങൾ തന്തടത്തുള്ള വീട്ടാടിനെ അനുകരിച്ച് ധൈര്യമില്ലാണ്ട് സ്പൂൺ ഫീഡിങ് അതുപോലെ അനുകരിച്ച് പറയണില്ലേ, ശോഷിച്ച് പറയാമെന്നല്ല പറയാനുണ്ട്. ശോഷിച്ചാവസ്ഥയിൽ മുഴുകണേ ധൈര്യമില്ലാണ്ട്. അവർക്ക് ഫിസിക്കലി ചാവേണ്ട കാര്യമില്ല. അവർ നിങ്ങളോട് ഇതുപോലെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കുടിച്ചിലൊക്കെ ഡ്രഗ് അടിച്ച് ഇല്ലാണ്ടാവും, പെട്ടുപോകർ. എന്താണെന്ന് വെച്ചാൽ 30 വർഷം കുടിച്ച് ഡ്രഗ് അടിച്ച് ലക്ക ഇട്ട് ഇങ്ങനെ ബീഡി വലിച്ച് നടന്നിട്ട് ഇത് പറഞ്ഞാൽ അവർക്ക് വിലയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം അവർ വീണ്ടും പെടും. ഇത് ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്ന് ഈ വിവരമില്ലാത്ത വെഡിത്തം പറയും, വെഡിത്തത്തിന് കൈ കൊട്ടാൻ പോകും വീട്ടിൽ ക്യാമറയുടെ മുന്നിലുള്ള ഗോഷ്ഠികൾക്ക്. അത് മനസ്സിലാക്കാൻ പഠിക്കും. അപ്പോൾ ഞാനങ്ങനെ ചെയ്യാം. എൻ്റെ കയ്യിൽ റിസ്റ്റ് വാച്ച് അത് ഞാൻ കെട്ടണ രീതിയിൽ ചെറുപ്പത്തിലോട്ട് ടൈം നോക്കാൻ ഇഷ്ടമില്ലാണ്ടൊന്നുമല്ല, ടൈം നോക്കാൻ ഇഷ്ടമില്ലാന്ന് വിചാരിച്ചോ. എനിക്ക് ടൈമിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. എനിക്ക് ടൈം നോക്കിയില്ലെങ്കിലും എവിടെ എന്താ നടക്കണമെന്ന് മനസ്സിലാവും. അതൊക്കെ ഒരു ഉൾക്കാഴ്ചയാണ്. അപ്പോൾ എവിടെ ജനിച്ച തൊട്ട് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് വരണേ, പ്ലസൻ്റായിട്ട് എങ്ങനെയാണ് വരണേ, നമ്പർ അനുസരിച്ച് എങ്ങനെയാണ് കാണണേ, ആ രീതി അനുസരിച്ച് വരണം. അല്ലാണ്ട് നിങ്ങളിന്ന് റെസ്പെക്റ്റ് കൊടുത്ത് പറഞ്ഞത് സൈക്കോകളും പുക്കോകളും മെൻറ്റലുകളും കുറേ ഞാൻ അങ്ങനെ വാക്കുകൾ പറയാനില്ല, അതുകൊണ്ട് എനിക്ക് പറയാം. ആരെയും കുറിച്ച് പറയല്ലേ അതിൻ്റെ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ ഇത് ഇങ്ങനെ സംപ്രേഷണമല്ല ചെയ്യണം. അപ്പോൾ എനിക്ക് പറയാം ഇങ്ങനെയുള്ളവർ പെന്നന്മാരും കുറേ ജിബിയും നിമ്മിയും റോമൻ കാത്തലിക്സും അവർക്ക് സെലക്ഷൻ ശരിയാവാണ്ട്, അവർ ഭർത്താക്കന്മാരുടെ സെലക്ഷൻ ശരിയാവാണ്ട് അതേ പറയാം. പിന്നെ അടുത്ത വീഡിയോയിൽ പറയാം. എന്നിട്ട് അവർക്ക് ഉണ്ടാവണ മക്കളെ കണ്ട കുരുട്ട് മോതുള്ള മക്കളെ കണ്ട റോമൻ കാത്തലിക്സ് ആയതുകൊണ്ട് വട്ട് പുട്ട് എന്ന് പറഞ്ഞ് ശോഷിച്ച വാക്കുകൾ പറഞ്ഞ് ഞാൻ അത് തന്നെ വാക്കുകൾ ഞാൻ തിരിച്ച് പറയണില്ല. അതുകൊണ്ട് എനിക്ക് ദേഷ്യം വരാണ്ട് പറയണതെന്ന്. ഈ വാക്കുകൾ നിങ്ങൾ പറയുമ്പോൾ ഞാൻ തിരിച്ച് ആ വാക്ക് പറയണില്ല. ഞാൻ പറഞ്ഞത് യു ആർ എ ഗ്രേറ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ്, യു ആർ ഫണ്ണി പേഴ്സൺ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ നിങ്ങളുടെ വിഡിത്തം നിങ്ങളുടെ ക്വാളിറ്റിയാണ് കാണിക്കേണ്ടത്. പക്ഷേ നിങ്ങളുടെ ലോവർ ക്വാളിറ്റി നിങ്ങൾ കാണിക്കണേ. സൃഷ്ടികളെ എന്താ സൃഷ്ടിക്കണേ? അവരുടെ സ്വന്തം ക്വാളിറ്റി പ്രദർശിപ്പിക്കാൻ. അതാണ് വേണ്ടത്, ധൈര്യമായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ പെണ്ണിനും ശരിക്കുമ്പോൾ ഇതൊന്നും പറയില്ല. GBI ഇമേൽ കുരുട്ട് മോന്തകൾ സെലക്ഷൻ ശരിയാവേണ്ടി ജനിപ്പിച്ചാൽ കണ്ടറിയാം. എല്ലാം എരുന്ന് കുട്ടി വാങ്ങിയിട്ട് അവൾ മോന്തകൾ കുരുട്ട് 3 പെൺകുട്ടികളാണെങ്കിലും 2 പെൺകുട്ടികളാണെങ്കിലും റോമൻ കാത്തലിക്സിന് വളർത്തിയ ഉമ്മകൾ അതുപോലെ ഒരാളെ കുരുട്ട് മോന്തകൾ കണ്ട അവരുടെ പല്ല് പൊന്തി കണ്ണും ചുരുട്ടി പിടിച്ച മകൾ കണ്ട നോക്കാൻ തോന്നില്ല അവരോട്. ആ നിമ്മി ജിബിയുടെ പോലത്തെ എൻ്റെ അപ്പുറത്തിപ്പുറത്തുള്ള ഇമ്പമായ മുഖമല്ല. ആ മാസങ്ങളനുസരിച്ച് കണക്കുകളായിട്ട് വരണ ചെറുപ്പത്തിലോട്ട് 1988 തൊട്ട് വരണ ടൈപ്പല്ല. ഇവരുടെ മോന്തകൾ കണ്ടെന്ന് അവിടെ നിന്ന് വെള്ളം കുടിക്കാൻ തോന്നില്ല, അവിടെ ഇരുന്ന് വെള്ളം കുടിക്കാൻ തോന്നില്ല. അത് മനസ്സിലാക്കി കേക്ക് ഉണ്ടാകും, കേക്ക് തന്നെ ചെയ്യും. കേൾക്കാന്ന് വേണ്ടിയാണ് പറയണേ. ഇവിടെ രണ്ടുപേരൊക്കെ ഒന്ന് താമസിക്കണ്ടല്ലോ അബുദാബിയിൽ നിന്ന്. ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയുള്ള ശോഷിച്ച റിലേറ്റീവ്സ് ഇങ്ങനത്തെ വിഡ്ഢിവാക്ക് പറയണതും ജീവനില്ലാത്ത ആരാധിക്കണവരാരായാലും ഇവർ നിമ്മി ആയാലും ആരായാലും ഇവർ ചത്ത് കഴിഞ്ഞാൽ അവർ ശവപ്പെട്ടി കാണാൻ വരെ പോലും 1 വർഷം കഴിഞ്ഞാൽ അളിഞ്ഞിതായാലും ഞാൻ കാണാൻ പോവില്ല. കിട്ടേണ്ടവർക്ക് കിട്ടേണ്ട നേരത്തെ കിട്ടും. എന്നുവെച്ചാൽ യേശുവും ഇവരെ രക്ഷിക്കാൻ പോകണില്ലെന്ന് പറയാം. ഞാൻ പറയാം ഇപ്പോൾ ഇതൊരു 15 മിനിറ്റ് പറയാം. അപ്പോൾ അതിൽ പറയാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം ഞാനിപ്പോൾ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് തന്നെ പറയണം. അപ്പോൾ ഈ മുമ്പത്തെ വീഡിയോ ആദ്യം കയറ്റും, പിന്നെ സെക്കൻഡ് വീഡിയോ ഇത് കയറ്റും, ഈ തേർഡ് വീഡിയോ ലൈഫ് ഹിസ്റ്ററി തുടക്കം തൊട്ടുള്ളത് പറയും. അപ്പോൾ അധികം ഒന്നും പറയാനില്ല. അപ്പോൾ അങ്ങനെ ധൈര്യമായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ആദ്യം ധൈര്യം ഇല്ലാത്തവരാണ് ഇങ്ങനത്തെ ശോഷിച്ച വാക്കുകൾ പറയാം. മനുഷ്യരാന്ന് പറഞ്ഞ് നടന്നാൽ പോലെ മനുഷ്യരുടെ ധൈര്യം കാണിക്കും. എന്തെങ്കിലും തിരിഞ്ഞു ഓടിപ്പോണവരാണ് ശോഷിച്ച വാക്കുകൾ പറയുന്നത്. സ്വന്തം തന്തയുടെ തല റീട്ടാർഡ് നേച്ചർ മുഴുവനാക്കി ബൈബിൾ ഉണ്ടാക്കി മുഴുവൻ വായിക്കാൻ ശ്രമിക്കില്ല. വായിക്കാണ്ട് കാണാണ്ടും എങ്ങനെ കേട്ടറിഞ്ഞ അവരെങ്ങനെ കേട്ട മനസ്സിലാക്കാനാണ്. അപ്പോൾ ആ തന്തയുടെ തള്ളയുടെ റീട്ടാർഡ് നേച്ചർ ഇങ്ങനെ കുരുട്ട് ബുദ്ധി ചെറുപ്പത്തിൽ കയറ്റി വെച്ചതിന് കാരണം അവർക്ക് പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. ഫുള്ളായിട്ട് ക്രിസ്ത്യൻ ആണെങ്കിലും ബൈബിൾ ഉണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് വായിച്ച് നോക്കണ്ടേ. ഏതോ വെഡ്ഡികൾ കോപ്പുമാർ സമയത്തിനൊക്കെ ആയിരുന്നു കൂട്ടി ചാവുന്നത്. അതുകൊണ്ട് സമയത്തിന് കാലത്തിന് ചാവുന്നത് അതുകൊണ്ടാണ്. അതൊക്കെ പറയാം. അപ്പോൾ ഇവരൊക്കെ അപ്പോൾ ഓരോരോ ഇതിൽ
ഏത് ശോഷിച്ച മുസ്ലിം ആണെങ്കിലും ശോഷിച്ച ഹിന്ദു ആണെങ്കിലും ശോഷിച്ച റോമൻ കാത്തലിക്സ് ആണെങ്കിലും ഇതന്നെ ചെയ്തുകൊണ്ടിരിക്കണം. ചെയ്യാന്നല്ല പറയേണ്ടത്, ശോഷിച്ച അവസ്ഥയിൽ മുഴുകിടക്കുക. അപ്പോൾ അവരിന് റെസ്പെക്റ്റ് കൊടുത്ത് പറയുന്നതല്ല, അവരുടെ വിഡ്ഢികൾക്ക് ഇങ്ങനെ റെസ്പെക്റ്റ്, അവർ തമ്മിൽ അവർക്ക് റെസ്പെക്റ്റ് ഇല്ല. അങ്ങനെയാണെങ്കിൽ അവർ വിഡ്ഢിത്തത്തിന് മാറി, വിഡ്ഢിത്തം ചൂണ്ടി കാണിക്കും, അത് മാറി സ്ട്രെങ്ത്തിലേക്ക് നീങ്ങിയാൽ. പക്ഷെ കുമ്മുട്ടി മോഹൻലാൽ കൂറുക്കാൻ അമിതാഭ് ബച്ചൻ ചെയ്യണതിന് വിഡ്ഢിത്തത്തിന് കൈയടിച്ച് ഈ ജീവനില്ലാത്തത് അവരെന്നെ ആരാധിക്കുന്നുണ്ട്. മുസ്ലിംസും റോമൻ കാത്തലിക്സും ഇതന്നെ പാതിരികളുടെ വേഷം കെട്ടിയിട്ട്. അപ്പോൾ ആ രീതിയിൽ തുടരുമ്പോൾ ഒരു ക്ലീഷോ അതിനെ പറഞ്ഞിട്ടില്ല, വിഡ്ഢിത്തത്തിനെതിരെ സൂചിപ്പിച്ച് പറഞ്ഞിട്ടില്ല, അതിന് മാറാനും ശ്രമിച്ചിട്ടില്ല. അവരോട് ആരോ ഒന്ന് പറയിപ്പിച്ച് ശോഷിച്ച വാക്കുകൾ അവരോട് ഞാൻ തിരിച്ച് താഴ്ത്തി പറയാനും പോയിട്ടില്ല. അവരതിനനുസരിച്ച് സമയത്തിന് കാലത്തിനനുസരിച്ച് അവർ നോട്ടി വാങ്ങേണ്ടത്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ അതിനെ പറയണേ, യേശുവ എന്ന് പറയുന്നത് യേശുവും യഹോവയും ഒന്നെന്ന രീതിയിൽ കാണുന്ന രീതിയിൽ കാണിച്ചാൽ യേശു ഏഞ്ചലല്ല. അങ്ങനെ മനുഷ്യർ എന്ന് പറയുന്നത് ഏഞ്ചലാന്ന് പറയും. ലിയോണാർഡോ വിൻസിയും മൈക്കൽ ആഞ്ചലോ വരച്ച് വെച്ചാണ് ഏഞ്ചൽസിൻ്റെ വിങ്സിൻ്റെ പടം. അത് മനുഷ്യരെ കാണിക്കുന്നത്. വിങ്സ് എന്തെന്ന് കാണിച്ചാണ് അത് വിഡ്ഢിത്തത്തിൽ നിന്ന് മാറി വിവരം ഉണ്ടാകുമ്പോൾ ആ സാക്രിഫൈസ് വിലയോടെ കാണുമ്പോഴുള്ള ഒരു ഉന്നതിയിലേക്ക് നീങ്ങണ രീതിയാണ്, ഒരു ആത്മീയമായ പക്വതയിൽ നീങ്ങണ ഒരു രീതിയാണ് വിങ്സിൻ്റെ ഒരു ചിറകടി കാണിക്കണം. അതിന് ഏഞ്ചൽസിന് ചിറക് ഇങ്ങനെ ഫിസിക്കലി ഉണ്ടാവണമെന്നല്ല കാണിക്കണം. അതുപോലെ ആപ്പാടെ വിശ്വസിക്കരുത് ആ ചിത്രങ്ങളൊന്നും. അതുപോലെ പഴയ ഇസ്രായേൽ ഡ്രസ്സ് ഇട്ടിട്ട് വരും എന്നല്ല പറഞ്ഞാണ് യേശുവ. അത് ഇസ്രായേൽ ഡ്രസ്സിലുള്ള കുറേ പടങ്ങളൊക്കെ നിങ്ങൾ ആപ്പാടെ വിശ്വസിച്ച് അതുപോലെ ആരാധിച്ചാൽ നിങ്ങൾ ശവപ്പെട്ടിയിലാവുമ്പോൾ അറിയാം നിങ്ങൾ ചെയ്ത വിഡ്ഢിത്തരം നിങ്ങൾ തന്താട് തള്ള റിട്ടയർഡ് പ്ലേസർ അനുകരിക്കണതിന്, ആപ്പാടെ അനുകരിക്കണതിന്. അതുപോലെ കുറേ കാര്യങ്ങൾ. മധ്യസ്ഥൻ, ഇപ്പം യേശുവ പൗലോസിനെ തിരഞ്ഞെടുത്തു. യേശുവയുടെ ആത്മാവ് ഡമാസ്കസിലേക്ക് പോണ വഴി പറയാം. അപ്പോൾ അവർ ഡമാസ്കസിൽ പോകണം. അപ്പോൾ അവർക്ക് ക്രിസ്ത്യാനിറ്റിക്ക് വേണ്ടി യഹൂദനായിട്ടും അവർ പറയുന്നുണ്ട്, കറക്റ്റായിട്ട് പറയുന്നുണ്ട്, ഈ യേശുവിൽ നിന്ന് അവർക്ക് കിട്ടുന്നുണ്ട്. ക്രിസ്ത്യാനിറ്റിക്ക് മാറുമ്പോൾ അവിടെ റോമൻ കാത്തലിക്സ് എന്നല്ല, അത് 200-500 വർഷമായിട്ട് ഈ വിഡ്ഢി റോമൻ കാത്തലിക്സ് വരണം. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഈ ഡമാസ്കസ് പോകുമ്പോൾ ഡെസേർട്ടിലൂടെ പോകുമ്പോൾ ഡെസേർട്ടിൻ്റെ പാമ്പിൻ്റെ ചതമ്പലാണോന്ന് അറിയില്ല, പൊടി കാറ്റിട്ട് ആരാണ് ഹു ആർ യു ലോഡ് എന്ന് വെച്ചിട്ട്. അപ്പോൾ ഈ ചതമ്പൽ കണ്ണ് കാണണ്ടോ, അപ്പോൾ മനസ്സിലായി കണ്ണ് അനന്യാസം ആരോ വന്നിട്ട്. എനിക്ക് പറയാം ഓർമ്മശക്തി ഉള്ളത് വരുമ്പോൾ ഇത് സന്ദേശം കൊടുക്കുക. മെസ്സഞ്ചേഴ്സ് ഉണ്ട് അന്ന് പോകുമ്പോൾ. നമ്മൾ ഇതുപോലെ ഇപ്പോൾ ടെക്നോളജി പോലെയല്ല, ഒരു ആൾക്കാർ വിടും, കുതിരേമയോ കഴുതേമയോ വിടും. ഇന്നൊരാൾ ഇങ്ങനെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എന്താ സഹായിക്കാൻ പോകണം, ഹെൽപ്പ് ചെയ്യാൻ പോകണം. അപ്പോൾ ഇവർ പോകുമ്പോൾ ഇവൻ്റെ ചതമ്പലെടുത്ത് ഇങ്ങനെ അടർന്ന് വീടും. അപ്പം മനസ്സിലാവുക, എൻ്റെ കണ്ണ് തുറന്നു, എനിക്ക് മനസ്സിലായി ആരാ അത്. അപ്പോൾ യേശുവിനും മനസ്സിലാവുക. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ആ രീതിയിൽ വരുമ്പോൾ അവർ ഉള്ളിൽ മനസ്സിലാക്കുക അപ്പോൾ അതിൽ അവർ തന്നെ പറയുന്നുണ്ട്, ഒരു മധ്യസ്ഥൻ തന്നെ ഉള്ളൂ, ഒരു കുച്ചന്മാരും അച്ഛന്മാരും പാതിരികളുടെ ആവശ്യമില്ല. ഞാൻ നേരെ വിപരീതം പറഞ്ഞു, നിങ്ങൾ ചെയ്യണമെങ്കിൽ നേരെ വിപരീതം പറയണേ. ഒരു പാതിരിയും ഇതിനെക്കുറിച്ച് പറയുമോ? വിഡ്ഢിത്തരം കാണിച്ച് നടക്കണ പാതിരികൾ ഗൂണ്ടു എന്ന് പറഞ്ഞ് നടക്കണ ശോഷിച്ച വാക്ക് പറഞ്ഞ ധൈര്യമില്ലാത്ത ഈ വിഡ്ഢികൾ എന്തെങ്കിലും ആരും ചോദിക്കാൻ നിന്ന് തിരിഞ്ഞ് ഓടി പോണ മുഖത്ത് കാണാൻ അവരുടെ പരിഭ്രമം. അവരോട് എന്തും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല എന്നറിയാം. നിങ്ങൾ തന്തയുടെ നല്ലൊരു റിട്ടയർഡ് ടീച്ചർ അനുകരിക്കണം. കാരണം നിങ്ങൾക്കൊന്നും അവരോട് ചോദിക്കാനും അർഹത ഉണ്ട്, പക്ഷെ നിങ്ങൾ ചോദിക്കില്ല, നിങ്ങൾക്ക് ചോദിക്കാൻ ധൈര്യമില്ല. ഏത് ആദിവാസി വെളുത്ത സ്ത്രീ ആണെങ്കിലും ആദിവാസി കറുത്ത ഗൗണിട്ട സ്ത്രീ ആണെങ്കിലും ആരായാലും. അപ്പോൾ ഞാൻ പറയാം, അപ്പം നിങ്ങൾ ഈ ശോഷിച്ച വാക്കുകൾ ഇങ്ങനെ പറയുമ്പോൾ ഒരു മധ്യസ്ഥനുള്ള പറഞ്ഞു നന്നായിട്ട് ഒരു സെൻറ്റൻസ് 2 സെൻറ്റൻസ് പറയും ഒരു മധ്യസ്ഥനുള്ളൂ എന്ന് പറയുമ്പോൾ പല മധ്യസ്ഥന്മാരുടെ ആവശ്യമില്ല. ഒരു പാതിരി എന്ന് പറയുമ്പോൾ പാതിരികളുടെ ആവശ്യമില്ല. എല്ലാ ദിവസവും പാതിരികൾ വെറുതെ നിന്ന് 1 മണിക്കൂർ നിന്ന് വെറുതെ റിപ്പീറ്റഡായിട്ട് ഓരോ ബലികളും വെറുതെ ഫോർ വെയിൻ വെറുതേക്ക് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് നന്നായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന്. അപ്പോൾ അത് ഒരു ജീവൻ ബലിയോടെ തീർന്നു. അത് അത്രയ്ക്കും ഒരു മധ്യസ്ഥനോട് പറഞ്ഞു. പക്ഷെ നിങ്ങൾ ഈ പാതിരികളെ വേഷം കെട്ടി ജീവനില്ലാത്ത വിഗ്രഹങ്ങളെ ആരാധിച്ച് സ്ത്രീകളെയും മൃഗങ്ങളെയും കുതിരകളെയും എല്ലാത്തിനെയും ആരാധിക്കണം. ഈ വിഡ്ഢികളെ പാതിരികളെ ആരാധിക്കാൻ പാടില്ല. മുത്തും അങ്ങനെ ചെയ്യണവരെ ഈ അവരുടെ സെലക്ഷൻ ശരിയാൻ വേണ്ടി 2 കോപ്പുകൾ ജോൺ പോൾ II അതുപോലെ പോപ്പ് ഫ്രാൻസിസ് പ്രാഞ്ചിയേട്ടൻ്റെ ഒരു പേരില്ല, 2 പേരും സെയിം കറക്റ്റ് സമയത്ത് കാലത്തിന് ചാവുന്ന. അതുകൊണ്ടാണ് നല്ല ആരോഗ്യത്തോടെ ഇരിക്കുമ്പോഴാണ് ചാവണമെന്ന് മനസ്സിലാവും. അപ്പോൾ
2005-ലും 2025-ലും. അപ്പോൾ ഞാൻ മനസ്സിലാക്കാൻ പഠിക്കും ഓരോ സമയത്തിനനുസരിച്ച് പറയാം. അത് ഞാൻ അടുത്ത വീഡിയോയിൽ വരുള്ളൂ. സോറി. അപ്പോൾ അപ്പോൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഏതെങ്കിലും ചൊരി എന്ന് പറഞ്ഞ് നടക്കണം നിങ്ങളുടെ കൂട്ടത്തിലാണ് വിഡ്ഢികൾ ഇത് പറയുമോ? അതിന് നേരെ തിരിച്ച് പറഞ്ഞു നോക്കിയോ? നിങ്ങളെ റെസ്പെക്റ്റ് കൊടുത്ത് പറയുന്നതല്ല. നിങ്ങളുടെ പോലെ വിഡ്ഢികളാണെങ്കിൽ നിങ്ങളെ കള്ള് കുടിച്ച് ഗുഡ്കിയും കഴിച്ച് കിടക്കുന്ന റോമൻ കാത്തലിക്സും ഹിന്ദിക്കാരാണെങ്കിൽ മലയാളികളാണെങ്കിൽ എന്താ ചെയ്യുക പറയാം? അവർ പറയും നിങ്ങൾ കുറച്ച് ബാധിരികളുടെ കൈ മുത്തിക്കുക. അവർക്ക് ഇതിനെക്കുറിച്ച് വിവരമൊന്നും ഇല്ല. ഇങ്ങനെ എഴുതിച്ച് കണ്ടറിഞ്ഞ് വായിച്ചറിയാത്തവരിങ്ങനെ കേട്ടാൽ മനസ്സിലാക്കാനാ. അവരിത് റെസ്പെക്റ്റ് കൊടുത്ത് പറയുന്നില്ല. കള്ള് കുടിച്ചിട്ട് മാതാവിൻ്റെ കണ്ണിന് ചോര വരില്ല, അതിൻ്റെ ഉള്ളിലൊരു പോയിന്റ് കൊടുത്തിട്ട് ചോര വരുത്തുന്നതാ. അതിൻ്റെ ചില്ലുകൂട്ടിൽ എന്തിനും ഇടേണ്ട ആവശ്യം? ചില്ലുകൂട്ടിലിട്ടവരെന്താ ജീവനോടെ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും? അല്ലെങ്കിൽ ആരെയും കള്ളന്മാരെ കട്ടെടുത്ത് കൊണ്ട് പോട്ടെ. ഇങ്ങനെയുള്ള വിഡ്ഢി പ്രതിമകൾ തീട്ടക്കൊണ്ടുണ്ടാക്കിയ പ്രതിമകൾ ഉണ്ടാക്കണേ ഭേദം സ്വന്തമായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുകയാണെങ്കിൽ പകരം വല്ല വളഞ്ഞ സ്ത്രീകളെയും അത് പറയാം വിശദീകരിച്ച് കുറേ ഒരു അർത്ഥമില്ലാത്ത കുറേ ഹ്യൂമൻസിനെയും മൃഗങ്ങളെ ആരാധിക്കുന്നത് അത് വെറും നഷ്ടമാണ് നിങ്ങൾക്ക്. അപ്പോൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ വേസ്റ്റ് ആവണത് മാറ്റിയിട്ട് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ, അപ്പോൾ ഇങ്ങനത്തെ കാര്യം കണ്ടുപിടിക്കുക. ചോര വരുന്നതും അങ്ങനത്തെ ഒക്കെ ഞാൻ പറയാം. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ പ്രതിമകളെ വിലയില്ലാണ്ട് റിപ്പീറ്റഡായിട്ട് സാക്രിഫൈസ് ചെയ്ത് പാതിരികൾ പെരുന്നാളെന്നൊക്കെ പറയുമ്പോൾ അർപ്പതമാണ്. അല്ലാണ്ട് കുറേ സൺഡേസിൽ വെനസ്ഡേയിൽ 2, 3, 4 വെച്ച് റിപ്പീറ്റഡായി വിലയിലാണ് അർപ്പിക്കാമെന്ന് പറഞ്ഞ് ഇപ്പോൾ റിപ്പീറ്റ് ചെയ്ത് അത് നിങ്ങൾ ഇല്ലാണ്ടാക്കാണ്. ഇപ്പോഴും നിങ്ങൾ അതന്നെ തുടരേണ്ട വെഡിത്തം. എത്ര പറഞ്ഞു കേട്ടാൽ ഞാൻ പറഞ്ഞു വെഡിത്തം ചൂണ്ടി എത്ര പറഞ്ഞു അത് തന്നെ വെഡിത്തം റിപ്പീറ്റ് ചെയ്യും. ഇപ്പോഴും ബുദ്ധി ആ വെഡ്ഡി ക്യാമറയുടെ മുന്നിൽ കുമ്മുട്ടി കോലാലും പാതിരിയുടെ വേഷം കെട്ട് ജീവനില്ലാത്ത പ്രതിമകൾക്ക് മാലിട്ട് അവരുടെ വില കളയേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പോഴും അവർ വെഡിത്തതിന് പ്രൂഫ് കൊടുക്കുമ്പോൾ മൂന്ന് പ്രതികൾക്ക് നിങ്ങളുടെ വില റെസ്പെക്ട് കൊടുത്ത് പറയുന്നതല്ല, ശോഷിച്ച വാക്കുകൾ നിങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഏതിന് കുമ്മുട്ടി കോലാലും കുഞ്ചുവാരിയും കുമ്മിത്താവ് വെച്ചിട്ട് കുറേ ഇതിനെക്കുറിച്ച് പറയുമോ? നിങ്ങൾക്കിപ്പോഴും വ്യത്യാസം അറിയില്ലേ? ഇപ്പോഴും ഒരു വെഡിത്തരത്തിൽ നിന്ന് വെഡിത്തരത്തിലേക്ക് അടുത്ത ഒരു വെഡിത്തരത്തിൽ അടുത്ത് അന്ന് തൊട്ട് അരുന്ന് കൂട്ടി വാങ്ങണം കണ്ടിട്ടും ഇപ്പോഴും ആ വെഡിത്തരത്തിൽ നോണ പറച്ചിലും നിങ്ങൾ കണ്ണ് ചീത്തയാക്കുന്നതൊക്കെ അത് നിങ്ങൾ ഇത്ര ക്യാപ്റ്റനും ഇതൊക്കെ ഞാൻ ആ പേര് സംബോധന ചെയ്യണം അല്ലേ? പക്ഷെ ഞാൻ നിങ്ങളെന്താ വെഡിത്തരം നിങ്ങളുടെ വിവരമില്ലായ്മ എന്താ കാണിക്കണേ? നിങ്ങൾ റെസ്പെക്ട് കൊടുത്ത് പറയുന്നില്ല. അഹമ്മദാബാദ് എന്ത് ഷിപ്പിൻ്റെ എന്ത് കേരള കോസ്റ്റ് എല്ലാ കണക്ഷൻ ഉണ്ടായിട്ടും എല്ലാം ഇപ്പോൾ എൻ്റെ ക്രിക്കറ്റ് ഒരു രീതിയിൽ ഞാൻ ഒരു ഡ്രസ്സ് ഇട്ട് ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ചിന്നസ്വാമി സ്റ്റേഡിയം ഏത് പണ്ടാ സ്റ്റേഡിയത്തിൽ വരുന്നുണ്ടായി കഴിഞ്ഞാലും അതവർക്ക് അരുന്ന് കൂട്ടി വാങ്ങിയതാണെന്നായിട്ട് ചെകുത്താൻ വെഡ്ഡികളുടെ മക്കൾക്ക് ഉണ്ടാവണതാണ്. അങ്ങനെ അവിടുത്തെ ബാംഗ്ലൂർ കൂങ്കുളൂർ എന്ന് വൃത്തികെട്ട സ്ഥലമാണെന്ന് അറിയാം. അപ്പോൾ ആ രീതിയിലുള്ളവർക്ക് കിട്ടണത്. അപ്പോൾ നിങ്ങൾ ഇത്രയൊക്കെ അരുന്ന് കൂട്ടി വാങ്ങിയിട്ട് ഇനിയും അരുന്ന് കൂട്ടി വാങ്ങാൻ നിൽക്കണത് എന്തിനാണെന്ന് എനിക്കറിയില്ല. ഇത്ര ശോഷിച്ച വാക്കുകൾ നിങ്ങളുടെ ശോഷിച്ച വാക്കുകൾ നിങ്ങൾ തന്നെ ഉദ്ദേശിക്കണേ. ഞാൻ ഇങ്ങനത്തെ വാക്കുകൾ പറഞ്ഞിട്ടില്ലേ? എങ്ങനെ കഴിയണു ഇങ്ങനെ ജീവിക്കാൻ പറഞ്ഞ വേസ്റ്റ്? സ്വന്തം തന്തയുടെ തലയുടെയും അതേ ജീവനില്ലാത്തത് ആരാധിച്ച് ജീവനില്ലാത്ത ഇങ്ങനെ പറഞ്ഞ് നടന്നിട്ട് സ്വന്തം വില കളഞ്ഞ് സ്വന്തം ശോഷിതാവസ്ഥ പുറത്ത് കാണിച്ച് ക്വാളിറ്റി എന്തെങ്കിലും അത് കാണിക്കുക. തത്രപ്പെട്ട് ജോലി ചെയ്യുക, തത്രപ്പെട്ട് മക്കളുണ്ടാക്കുക, തത്രപ്പെട്ട് കല്യാണം കഴിക്കില്ല. സമയത്തിന് എല്ലാ കാര്യം ചെയ്യുന്ന സമയത്ത് നടക്കും. അപ്പോൾ ഓരോ കാര്യത്തിന് തത്രപ്പെട്ട് ഉമ്മാനം അങ്ങനെ പോകുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ലേ? ഉമ്മനെ ഡിസ്കസ് ചെയ്യാൻ പോയിട്ടില്ലേ? എന്നിട്ട് ഞാൻ പറയണേ അത് മനസ്സിലാക്കാൻ പഠിക്കുക. നിങ്ങളിപ്പോഴും വേറെ ഏതോ ബെഡിനെ സ്വപ്നം കണ്ടിരിക്കുക ധൈര്യം ഇല്ലാണ്ട്. അത് മനസ്സിലാക്കണം. അവരിങ്ങനെ പറയുമോ? എപ്പോഴെങ്കിലും ഡിസ്കസ് എടുത്തം പറഞ്ഞ് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇരിക്കും. അവരുടെ ടൈപ്പിൽ ഇരിപ്പുണ്ട്, അങ്ങനെ ഇരിക്കാനും ശ്രമിച്ചിട്ടില്ലേ? അത് മനസ്സിലാക്കാൻ പഠിക്കും. ഇപ്പോഴും വേറെ ഏതോ ബെഡിനെ സ്വപ്നം കണ്ട് ഒന്ന് മുഖത്തേക്ക് നോക്കി സംസാരിക്കുക. അന്നേ തൊട്ട് ഒരിക്കലും ഇതിനെ പറ്റണല്ലോ. ഒരു അല്ലാണെന്ന് പറയാനോ ഒന്നും നിങ്ങളെ സ്വയം അല്ലാണെന്ന് നിങ്ങൾ സമാധാനിപ്പിക്കണോ? നിങ്ങളുടെ വിവരമില്ലായ്മ. ഞാൻ ആരെക്കുറിച്ച് അല്ലാണെന്ന് ഞാനും പറയാം. എൻ്റെ മുഖത്തേക്ക് അല്ലാണെന്ന് ആകാനില്ല പറയാനും ആര് ധൈര്യപ്പെട്ടു? വെഡിത്തം എൻ്റെ മുഖത്ത് നോക്കി പറയാൻ ആര് ധൈര്യപ്പെട്ടിട്ടില്ലേ? ചെറുപ്പത്തിൽ മുതൽ ജനിച്ച മുതൽ. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കും. ഓരോ ക്ലീശകളായി വെഡിത്തം അരുന്ന് കൂട്ടി വാങ്ങി പറയിപ്പിച്ച് ഇങ്ങനെ പറഞ്ഞ് നടന്നവരാണ്. അല്ലാണെന്ന് പറയുമ്പോൾ ഞാൻ ഇത് ആണല്ല എന്ന് പറയണം. ഒന്ന് മനസ്സിലാക്കാൻ പഠിക്കുക നിങ്ങളുടെ വെഡിത്തം എത്രത്തോളം ഉണ്ടെന്ന്.